റിലയൻസ് ഫണ്ട് ചെയ്യുന്ന മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെ നേതൃത്വത്തിലുള്ള വൻതാര എന്ന വന്യജീവി സംരക്ഷണ പുനരധിവാസ കേന്ദ്രത്തിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ക്രമക്കേട്, അതുപോലെ തന്നെ വന്യജീവി പീഡനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും വിഷയത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട്. വിശദമായ അന്വേഷണം വേണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ SITക്ക് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു അന്വേഷണത്തിലേക്ക് കടക്കാനിരിക്കുകയാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. നിഷാദ്, നമുക്കറിയാം അംബാനിപുത്രൻ്റെ സ്വപ്ന പദ്ധതിയാണ് ഈ വൻതാര എന്ന് പറയുന്നത്. ഇപ്പോൾ പലതരത്തിലുള്ള വിവാദങ്ങൾ, ഈ പറഞ്ഞതുപോലെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും ശരിക്കും ഈ വൻതാരയ്ക്കുള്ളിൽ നടക്കുന്നത്? അല്ല, വൻതാരയ്ക്കുള്ളിൽ ശരിക്കും എന്താണ് നടക്കുന്നത് എന്ന് കണ്ടെത്തുന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഗുരുതരമായ ചില സംശയങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു, പരാതികൾ ഉയർന്നു വന്നിരിക്കുന്നു, നിയമലംഘന പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. അവ പരിശോധിക്കുമെന്നാണ്. വൻതാര നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിലെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ സൂ എന്ന് വിളിക്കാവുന്ന ഒന്ന്. അതിന് സൂ എന്നല്ല അവർ വിളിക്കുന്നത്. അത് ഈ പറയുന്ന പരിക്കേറ്റ മൃഗങ്ങൾ അവയെ രക്ഷിക്കാനും തിരിച്ചയക്കാനും പുനരധിവാസത്തിനുമായിട്ടുള്ള വലിയ അംബാനിയുടെ മകൻ്റെ മോഹത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ച ഒന്നാണ്. അദ്ദേഹം ഒരു ദിവസം യാത്ര ചെയ്ത് പോകുമ്പോൾ വഴിയിൽ കണ്ട ഒരു ആന, അതിൻ്റെ ദുരവസ്ഥ, അതിനൊക്കെ തുടർന്നാണ് ഇവയെല്ലാം പുനരധിവസിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ആലോചനയിലേക്ക് പോകുന്നത്. ആ ആലോചന 3,500 ഏക്കർ സ്ഥലം, അത് ഗുജറാത്തിലാണ്, ജാംനഗറിലാണ്. അവിടെ ഒരു വലിയ സൂ അവർ സെറ്റപ്പ് ചെയ്യുന്നു. അവിടേക്ക് പരിക്കേറ്റ ആനകളെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പുനരധിവാസം ആവശ്യമുള്ള വിവിധയിനം ജീവികളെ കൊണ്ടുവരുന്നു. ഒരുപാട് സ്പീഷീസുകൾ, ഒരുപാട് ജീവികളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട്, അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടുള്ള വീഡിയോ, വളരെ പ്രൊഫഷണലി ഷൂട്ട് ചെയ്ത വീഡിയോ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് കണ്ടാൽ നമുക്ക് ഭയങ്കര രസമായി തോന്നും. ഒരു വനം, അവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥ ഒന്നാകെ തന്നെ മനോഹരമായി റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അവിടുത്തെ ജീവികളെല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയുന്നു. എല്ലാവർക്കും പ്രോപ്പർ ഫുഡും സംവിധാനങ്ങളും എല്ലാം കൊടുക്കുന്നു. ഏറ്റവും മനോഹരമായി പ്രവർത്തിക്കുന്ന മനുഷ്യ നന്മയുടെ ഒരു കേദാരം എന്ന് വിളിക്കാൻ കഴിയുന്ന സ്ഥലമായിട്ട് തോന്നും. പക്ഷേ അതിനെ ചൊല്ലി നടക്കുന്ന സംഗതികൾ പലതും വലിയ തോതിലുള്ള നിയമലംഘനങ്ങൾക്ക് കാരണമാകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വന്നിട്ടുള്ള പരാതികളാണ് കോടതി പരിഗണിക്കുന്നത്. അതിൽ തന്നെ അവിടെയുള്ള മൃഗങ്ങൾ, അവയെ കൊണ്ടുവരുന്നു, പരിപാലിക്കുന്നു, അവ ഓക്കെ ആയാൽ അവയെ തിരികെ അയക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു ബേസിക് കോർ ഐഡിയ. അത് പാലിക്കപ്പെടുന്നില്ല എന്നും കൊണ്ടുവരുന്ന മൃഗങ്ങളെ അവിടെ തന്നെ നിലനിർത്തിയിരിക്കുന്നു, അവയെ സൂ ആക്കി മാറ്റുന്നതിന് പ്രധാനപ്പെട്ട പരാതി അതിനെക്കുറിച്ചുണ്ട്. മൃഗങ്ങൾക്ക് തുടക്കത്തിലും അവർ ഈ വിഭാവനം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന പദ്ധതി അനുസരിച്ചിട്ടുള്ള സർവീസ് കൊടുക്കുന്നില്ല, അതിനെ ആ നിലയ്ക്ക് പരിപാലിക്കുന്നില്ല എന്ന വിമർശനം അതിനെക്കുറിച്ചുണ്ട്. അപ്പം വലിയ സാമ്പത്തിക തട്ടിപ്പിനും കള്ളപ്പണം വെളുപ്പിക്കലിനുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് അതിനെ മാറ്റിയിരിക്കുന്നത്. ഗവൺമെൻറ് വലിയ സപ്പോർട്ട് അതിനുണ്ട്. ഗവൺമെൻറ് പരിശോധനകളില്ലാത്ത സഹായം കൊടുത്തിരിക്കുന്നു, വൈൽഡ് ലൈഫ് അനുമതികൾ കൊടുത്തിരിക്കുന്നു, എല്ലാ തരത്തിലുള്ള ഗവൺമെൻറ് പെർമിഷൻസും കൊടുക്കുന്നത് മാത്രമല്ല, പ്രധാനമന്ത്രി തന്നെയും പലകുറി അതിൻ്റെ ഒരു പ്രൊമോഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്നത്, അദ്ദേഹത്തിൻ്റെ സ്പീച്ച് വരുന്നത്, അദ്ദേഹം അവിടെ പോയി ഫോട്ടോഷൂട്ട് നടത്തുന്നത്, അതിൻ്റെ റീലുകൾ പുറത്തു വരുന്നത് കണ്ടു. ഭരണകൂടം അതിൻ്റെ പരിപാടി പങ്കെടുത്തുകൊണ്ട് വനസംരക്ഷണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, വന്യജീവി സംരക്ഷണം അതിപ്രധാന സംഗതിയാണ്, അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മനുഷ്യന്മാരെ സർക്കാർ സഹായിക്കണമെന്നുണ്ടൊക്കെ മോദി പ്രസംഗിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം അതിൻ്റെ ഫോട്ടോഷൂട്ടിൽ, വീഡിയോ ഷൂട്ടിൽ പങ്കെടുക്കുന്നത്, അവിടെ മുഴുവൻ സഞ്ചരിച്ച് കാണുന്നത്. അത് വലിയ തോതിലുള്ള ഒരു പ്രൊമോഷൻ സംഗതിയായിട്ട് റിലയൻസ് തന്നെ ഉപയോഗപ്പെടുത്തുന്നത് കണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാ പരിശോധനകളും അതിനടിയിൽ പോകുന്നു. ഇത് പ്രോപ്പറായിട്ടുള്ള വൈൽഡ് ലൈഫ് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ, വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും മൃഗങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും വാങ്ങിക്കൊണ്ട് വരുമ്പോഴും ഇന്ത്യയിലെ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ, ഇവിടെ കൊണ്ടുവരുന്ന ജീവികളുടെ അവകാശങ്ങളെന്ന് പറയുന്ന സംഗതി പാലിക്കപ്പെടുന്നുണ്ടോ, അവയെ നന്നായി ട്രീറ്റ് ചെയ്യുന്നുണ്ടോ, പരിപാലിച്ച ശേഷം തിരിച്ചയക്കേണ്ട ജീവികളെ തിരിച്ചയക്കുന്നുണ്ടോ എന്നീ സംഗതികൾ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, വൻതോതിലുള്ള സാമ്പത്തിക തട്ടിപ്പിന്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ ലംഘനത്തിന്, മണി ലോണ്ടറിങ്, ഒരുപാട് ആരോപണങ്ങൾ അതിനെക്കുറിച്ച് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവുക പ്രധാനമാണ്. കോടതി ആവശ്യപ്പെടുന്നു. അന്വേഷിക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ സംവിധാനമാണ്. അവരെന്തുമാത്രം ആഴത്തിൽ അന്വേഷിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ഉറപ്പൊന്നുമില്ല. അംബാനി കുടുംബത്തിന് ഒരു പ്രൈവറ്റ് സൂ കൊണ്ടു നടക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി സഹായം ചെയ്ത് കൊടുക്കാൻ ഇവിടുത്തെ സർക്കാരിൻ്റെ സംവിധാനം പ്രവർത്തിക്കുന്നതാണ് ഇതുവരെയുള്ള ഒരു കാഴ്ചയിൽ നമുക്ക് മനസ്സിലാവുക. ഗവൺമെൻറ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവട്ടെ. ഉണ്ടായതിനു ശേഷം അതിനകത്ത് എന്താണ് നടക്കുന്നതിനെക്കുറിച്ച് പുറത്തു വരണം. ഏത് മനുഷ്യ സ്നേഹത്തിൻ്റെയും വന്യജീവി സ്നേഹത്തിൻ്റെയും മഹനീയ മാതൃകയാണെങ്കിലും അതിന് പിന്നിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ഇത് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ, അപ്പോൾ അതിനെക്കുറിച്ച് പല ആർട്ടിക്കിളും വായിക്കും, പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ അംബാനിയെ വൻതോതിൽ ഫൈൻ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൽ തന്നെ ഗവൺമെൻറ് ഇടപെടാൻ കഴിയുന്ന പലതരത്തിലുള്ള സാധ്യതകളിലേക്ക് തുറക്കുന്നതാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നു. പക്ഷേ എന്തുമാത്രം പ്രോപ്പറായി നടക്കും, പെർഫെക്റ്റ് റിപ്പോർട്ട് കോടതിയിൽ വരുന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല. മോദി തന്നെയും അതിൻ്റെ പ്രചാരകനായ ഒരു സംവിധാനം, അത് കുഴപ്പമായിരുന്നു എന്ന് സർക്കാർ സമ്മതിക്കുമോ എനിക്കറിയില്ല. അതെ, അത് തന്നെയാണ്. ഇപ്പോൾ അജിംസ്, നിഷാദ് പറഞ്ഞതുപോലെ മോദി തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കൃത്യമായൊരു അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഈ ആനന്ദ് അംബാനിയുടെ വിവാഹം നടന്നപ്പോൾ മാധ്യമങ്ങളുടെ മുഴുവൻ ഈ സൂവിൻ്റെ വിഷ്വൽ നമ്മൾ കണ്ടതാണ്. കാരണം അതിന് തൊട്ടടുത്താണ്, ഈ വിവാഹ വേദിയുടെ തൊട്ടടുത്താണ് ഈ പറയുന്ന സ്ഥലം. ജാംനഗർ റിഫൈനറി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10-25 വർഷം മുമ്പ് ഗുജറാത്ത് സർക്കാർ 7,500 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് നൽകിയതാണ് റിലയൻസിന്.
അപ്പോൾ ആ ജാംനഗർ റിഫൈനറിയുടെ ചുറ്റും ഗ്രീൻ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ വലിയ വ്യവസായ സ്ഥാപനങ്ങളുടെ ചുറ്റും വനം വെച്ച് പിടിപ്പിക്കണം. അത് പൊല്യൂഷൻ കുറയ്ക്കാനും അത് നിർബന്ധിതമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ വച്ച് പിടിപ്പിച്ച വനമാണ് ഈ ബാക്കി ഈ പറയുന്ന 3000 ഏക്കർ ഭൂമി. അവിടെയാണ് ഈ വൻതാര എന്ന് പറയുന്ന സൂ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ നിയമപ്രകാരം പ്രൈവറ്റ് സൂസ് അനുവദനീയമാണ്. ഇപ്പോൾ ഒരാൾക്ക് തോന്നുവാണ് ഞാനിങ്ങനെ വന്യമൃഗങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം, അതിന് പ്രത്യേക അനുമതി ചെയ്യാൻ പറ്റും, അതിൻ്റെ കൃത്യമായ വനനിയമങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ അർത്ഥത്തിൽ നിയമപരമായി തന്നെയാണ് വൻതാര നടത്തുന്നത്. വൻതാരയുടെ നിയമലംഘനം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിലെ മാധ്യമങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് നടന്ന് ഇപ്പോഴൊന്നുമല്ല, കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ്. അത് ആ മാർച്ച് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ജർമ്മനിയിലും വെനസ്വേലയിലുള്ള 2 പത്രങ്ങൾ സംയുക്തമായ റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഒരു ജർമ്മൻ പത്രവും ഒരു വെനസ്വേലൻ പത്രവും. അതെന്താണെന്ന് വെച്ചാൽ 33,000 വ്യത്യസ്ത തരം മൃഗങ്ങളെ ഈ വർഷം 2025 വൻതാരയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. 33 രാജ്യങ്ങളിൽ നിന്നായി ഇമ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിൽ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസും ഉണ്ട്. അതായത് വംശനാശം സംഭവിക്കുന്ന പല കുരങ്ങുകൾ, അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട്. അത് ആ റിപ്പോർട്ടിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം 181 സിംഹങ്ങൾ, 200 പുലികൾ, 200-ലേറെ പുലികൾ, 950 മുതലകൾ ഒക്കെ അവിടെ ഉണ്ടെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നതാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് വന്നപ്പോൾ വൻതാര അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു വിശദീകരണം പറഞ്ഞു, ഞങ്ങളൊരു നിയമവും ലംഘിച്ചിട്ടില്ല. ഇവിടെ 1.5 ലക്ഷം മൃഗങ്ങളും അത് ഉരകങ്ങളും റെപ്റ്റൈൽസും അതുപോലെ ഈ പറയുന്ന മാമൽസും ഒക്കെ ആയിട്ട് 1.5 ലക്ഷം ജീവികൾ ഞങ്ങളുടെ സൂവിലുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ 3000 ഏക്കറാണേ. അപ്പോൾ 3000 ഏക്കറിൽ 1.5 ലക്ഷം ഈ ജീവികളെ സൂക്ഷിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഈ അങ്ങനെ ഒരു സൂ സാധ്യമാണോ? അപ്പോൾ ഒരു സിംഹത്തിനെ സംബന്ധിച്ച് സിംഹത്തിൻ്റെ ഒരു ലിവിങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ അതിനൊരു ഇപ്പോൾ 181 സിംഹങ്ങളുടെ ഒരു ലിവിങ് റേഞ്ചിന് വേണ്ടി ഒരു 75,000 ഏക്കർ ഭൂമിയെങ്കിലും വേണം. ഇത് വെറും 3000 ഏക്കറേ ഉള്ളൂ. അപ്പോൾ അതിനർത്ഥം ഇവരെ ക്യാപ്ചേർഡാണ്, ഇതിന് കൂട്ടിലിട്ടേക്കാണ്, കൂട്ടിലിട്ട് വളർത്തുകയാണ്. അതായത് 1.5 ലക്ഷം ജീവികളെ ഇവർ കൂട്ടിലിട്ട് വളർത്തുകയാണ് ചെയ്യുന്നത്. അതർവൈസ് അതിനെ തുറന്നുവിടാൻ കഴിയില്ല. അതിനുള്ള വനവിസ്തൃതി ഈ പറയുന്ന വനത്താരയ്ക്കില്ല. ഇതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഇവരുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇവരിത് ഇറക്കുമതി ചെയ്യുന്നത് UAE ഒരു ഹബ്ബാക്കിയിട്ടാണ്. കാരണം UAE നമുക്കറിയാം, UAE നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. വലിയ ഷെയ്ഖുമാർ വീട്ടിലൊക്കെ സിംഹത്തെ വളർത്തുന്നു, കടുവ വളർത്തുന്നൊക്കെ അവിടുത്തെ നിയമം അത് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആഫ്രിക്കൻ കൺട്രീസ് മറ്റ് 3-4 ലോക രാജ്യങ്ങളിൽ നിന്നുള്ള ഈ മൃഗക്കടത്ത് പ്രധാനമായും നടക്കുന്നത് UAE വഴിയാണ്. UAE അത് നിയമവിധേയമാണ്. ഇവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സൂ നടത്തുന്നവരിൽ നിന്നാണ് ഞങ്ങളിത് വാങ്ങിയതെന്നാണ് വനത്താര പറയുന്നത്. ഈ മൃഗക്കടത്തുകാർ ഈ ഇപ്പം ചെയ്യുന്നത് ഇത്തരം രാജ്യങ്ങളിൽ, അതായത് വന നിയമങ്ങൾ അത്ര സ്ട്രിക്റ്റ് അല്ലാത്ത രാജ്യങ്ങളിൽ സൂ രജിസ്റ്റർ ചെയ്തിട്ട് ഇവർ ആഫ്രിക്കയിൽ നിന്നും മറ്റിടത്തും മൃഗങ്ങളെ കൊണ്ടുവന്ന് അവിടെ നിന്ന് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വിൽക്കുന്ന മൃഗങ്ങൾ ഇവർ കാശ് കൊടുത്ത് മേടിച്ചതാണ് എന്നാണ് ഈ ഹർജിയിൽ പ്രധാനപ്പെട്ട വാദിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മണി ലോണ്ടറിങ് ഇത് അന്വേഷിക്കാൻ പറയുന്നത്. ഈ പണം എങ്ങനെ കൈമാറി, ഇവർക്ക് എങ്ങനെയാണ് പണം കൊടുത്തത്, അത് കള്ളപ്പണമാണോ എന്നുള്ള ചോദ്യമാണ് അന്വേഷിക്കാൻ വേണ്ടിയുള്ള ഇതിൽ സുപ്രീം കോടതി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ തലവൻ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ജെ ചെലമേശ്വറാണ്. ചെലമേശ്വർ നമുക്കറിയാം, സുപ്രീം കോടതി പണ്ട് ഇറങ്ങി വന്ന് വാർത്താ സമ്മേളനം നടത്തിയ ജഡ്ജിമാരിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് അന്വേഷണം നിഷ്പക്ഷമായിരിക്കുമെന്നാണ് കരുതുന്നത്. പക്ഷേ രസം അതൊന്നുമല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയിൽ 2 പ്രധാനപ്പെട്ട മുതലാളിമാരാണുള്ളത്. പ്രധാനമന്ത്രി സ്വന്തമായിട്ടുള്ള 2 പ്രധാന മുതലാളിമാർ, ഒന്ന് അദാനി, ഒന്ന് അംബാനി. അദാനിക്കെതിരെ US ഒരു കേസുണ്ടാകുന്നു, അംബാനിക്കെതിരെ ഇന്ത്യയിൽ തന്നെ മറ്റൊരു കേസുണ്ടാകും. ഇതിൻ്റെ സമയമൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയത്? താരിഫ് യുദ്ധത്തിൽ തുടങ്ങിയതാണ്. അതായത് റഷ്യയിൽ നിന്ന് അംബാനിക്ക് വേണ്ടി ഇന്ത്യയിൽ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ റഷ്യയിൽ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ താരിഫ് വാർ തുടങ്ങുന്നു അമേരിക്ക. അപ്പോൾ റഷ്യയിൽ അംബാനിക്ക് ഗുണകരമാവുന്ന റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് ആർക്കാണ് പ്രശ്നമാവുന്നത്? അത് അദാനിക്കാണ്. അപ്പോൾ അദാനിക്കെതിരെ അവിടെ കേസുണ്ടാവുന്നതിന് പിന്നിൽ മറ്റൊരു ലിങ്ക് കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആരാണ്? വിദേശകാര്യമന്ത്രി S ജയശങ്കറുടെ മകൻ്റെ ഒരു പ്രധാനപ്പെട്ട തിങ്ക് ടാങ്ക് ഓർഗനൈസേഷൻ ORF. അപ്പോൾ ORF എന്ത് ചെയ്യുന്നു? ORF അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ ജയശങ്കർ വിദേശകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ അതിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ORF അമേരിക്കയിൽ എന്താണ് ചെയ്യുന്നത്? അദാനിക്കെതിരെ കേസുണ്ടാക്കലാണോ എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ വരികയാണ്. അതേസമയം വിത്തിൻ ഡേയ്സ് ഇവിടെ അംബാനിക്കെതിരെ കേസ് വരുന്നു. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ കോർപ്പറേറ്റ് വാർ എന്ന് പറയുന്നത് അവർ പരസ്പരം പരസ്യമായി ഏറ്റുമുട്ടുകയല്ല ചെയ്യുക, ഇങ്ങനെയുള്ള ഡിസ്ക്രീറ്റായ രീതിയിലുള്ള വാറാണ്, യുദ്ധമാണ് നടക്കുക. ഞാൻ ന്യായമായി സംശയിക്കുന്നത്, ഇപ്പോൾ അംബാനി ഈ മൃഗങ്ങളെ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ആരും അറിഞ്ഞിട്ടില്ലേ? ഇന്ത്യയിലെ ഒഫീഷ്യൽസ് ആരും അറിഞ്ഞിട്ടില്ലേ? ഇങ്ങനെ ഇറക്കുമതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിയമവിരുദ്ധ കണ്ടുപിടിക്കപ്പെടില്ലേ? അതിനൊരാൾ സുപ്രീം കോടതി പോയി കേസ് കൊടുക്കണോ? വേണ്ടല്ലോ. ഈ 3000 ഏക്കറിൽ 1.5 ലക്ഷം മൃഗങ്ങളെ വളർത്തുന്നുള്ള ഇന്ത്യയിൽ ആർക്കും അറിയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയില്ല. കഴിഞ്ഞ മാർച്ചിൽ അദ്ദേഹം പോയി അവിടെ സന്ദർശിച്ചു. അപ്പോൾ നിയമം ലംഘിച്ചത് ആർക്കും അറിയാത്തതല്ല പ്രശ്നം. ഈ
ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തുന്നതിൻ്റെ പിന്നിൽ ഈ മുതലാളിമാർ തമ്മിലുള്ള അടിയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അതിൻ്റെ കാരണം നമ്മുടെ രാജ്യം ഇന്ന് അനുഭവിക്കുന്ന പല ദുരന്തങ്ങളുടെയും കാരണം രണ്ട് മുതലാളിമാരെ ചേർത്ത് പിടിക്കുകയും ഇവർ പരസ്പരം പുറകിലൂടെ അടികൂടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുഴുവൻ ദുരന്തം ആരാനും അനുഭവിക്കുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ അവസ്ഥ മാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ കയറ്റുമതി മൊത്തം ഇടിഞ്ഞു താഴ്ന്നു. ഇന്ത്യൻ രൂപയുടെ വില, ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ വില എല്ലാം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഇന്ത്യയിലെ ആളുകൾ മനസ്സിലാവേണ്ട അറിയില്ല. ഇപ്പം നമ്മളിത് സംസാരിക്കുന്ന പോലെ ഇന്ത്യയിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഈ വിഷയത്തെപ്പറ്റി പറയുമോ? ഒരാളും സംസാരിക്കില്ല. അതാണ് നമ്മുടെ ദുര്യോഗം.